ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐ4 സ്മാർട്ട് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയ ഒരു ബട്ടർസ്കോച്ച് പുഡിംഗ് ആണ്. ഇതിന് ജലാറ്റിനോ ചൈനാഗ്രാസ് ഒന്നും ആവശ്യമില്ല. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും നമുക്ക് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാരമൽ സോസ് റെഡിയാക്കാം. ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് നല്ലപോലെ മെൽറ്റ് ചെയ്യണം. ഷുഗർ ഇപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് കൈ ഇളക്കാതെ മിക്സ് ചെയ്യാം. കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ കുറച്ച് കാഷ്യൂനട്ട്സ് ബട്ടർ പേപ്പറിൽ വെച്ചിരുന്നു. ഇതിന്റെ മുകളിൽ 1/4 കപ്പോളം കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള കാരമൽ സോസിലേക്ക് 3/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കൈ ഇളക്കാതെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും കൈ ഇളക്കാതെ മിക്സ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് കടക്കാം. നെക്സ്റ്റ് ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ഇവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോസിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബ്രെഡിന്റെ എല്ലാ സൈഡ് റിമൂവ് ചെയ്ത് ഇതിനെ ഓരോന്നായി കാരമൽ സോസിൽ ഡിപ്പ് ചെയ്ത് പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് നമുക്ക് ബ്രെഡിന്റെ മുകളിൽ നേരത്തെ ബീറ്റ് ചെയ്ത ക്രീം എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിന്റെ മുകളിലായി ഞാൻ നേരത്തെ കാരമലൈസ് ചെയ്ത നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിന്റെ മുകളിൽ ബാക്കിയുള്ള സോസ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ 2 to 3 hours വെച്ചാൽ മതി. ബട്ടർസ്കോച്ച് പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ആൻഡ് ഓൾസോ മറക്കാതെ ലൈക്കും കമന്റും ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.